നമസ്കാരം, ഞാൻ ആൻസൺ മാത്യൂസ്. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒരു മാരുതി സ്വിഫ്റ്റ് കാറിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഈ കാറിൽ വരുന്നത് ഒരു ഹാലജൻ ബൾബാണ്, H4 ടൈപ്പ് ഹാലജൻ ബൾബാണ്. ഈ ബൾബ് മാറ്റിയിട്ട് നമ്മളൊരു Hella G5 പ്രൊജക്ടറാണ് അതിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ആ ഹെഡ്ലൈറ്റ് ഒന്ന് സ്മോക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്ടറിന്റെ ചുറ്റും വരുന്ന ഷ്രൗഡിൽ ഒരു ഏഞ്ചൽ ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് കാണാം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ചസ്, എത്ര രീതിയിൽ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാരുതി സ്വിഫ്റ്റിൻ്റെ ന്യൂ ഷേപ്പ് മോഡലാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ലോ വേരിയൻ്റ് ആണ്. ടോപ്പിൽ ഹെഡ്ലൈറ്റ് LED ആണ് വരുന്നത്. ഇതിൽ ഹാലജൻ ബൾബാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിയുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഒരു H4 ബൾബാണ് ഈ ഹെഡ്ലൈറ്റിൽ വരുന്നത്. അതായത് ഡ്യുവൽ ഫിലമെൻ്റ് സിസ്റ്റം വരുന്ന ഡിമ്മും ബ്രൈറ്റും ഒരേ ബൾബിൽ തന്നെ വരുന്ന ഒരു H4 60-55 വാട്ടേജ് ഉള്ള ഹെഡ്ലൈറ്റ് ബൾബാണ് ഈ വാഹനത്തിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ അകത്തൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി ഒന്ന് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് നമുക്ക് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് ഓണായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു DRLൊക്കെ മേളിൽ ഒട്ടിച്ച് വയ്ക്കുന്ന ടൈപ്പ് ഒരു DRLൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ചെറിയൊരു ബ്ലിങ്കിങ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ നിലവിൽ എന്താണ് ഒരു ഔട്ട്പുട്ട് ഉള്ളതെന്നുള്ളത് നമുക്ക് നമ്മുടെ ലെക്സ് മീറ്ററൊക്കെ എടുത്തിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലോ ബീം. അപ്പോൾ ആ ഒരു ക്ലിയർ കട്ട് ഓഫ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഹാലജൻ ബൾബിൽ വരുന്ന രീതിയിലുള്ള കട്ട് ഓഫ് കാണാം. പകലാണെങ്കിൽ കൂടി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ നിലവിലുള്ള ഹാലജനിലുള്ള ഹൈ ബീം. അപ്പോൾ ഇനി നമുക്കതിനെ മെഷർ ചെയ്ത് നോക്കാം എത്രയാണ് വരുന്നത്. ഇപ്പോൾ നോക്കിയാലാണ് പിന്നീട് നമുക്ക് എത്ര ചേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു 1300 ലക്സസ് ആണ് നമ്മുടെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് ഒരു 2000 ലക്സസ് ആണ്. ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ അഴിച്ചെടുക്കണം. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആകുമ്പോൾ ഹെഡ്ലൈറ്റ് അഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബമ്പറൊക്കെ അഴിച്ചെങ്കിൽ മാത്രമേ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്ത് ഇനി ബമ്പറൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഹെഡ്ലൈറ്റ് ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്ട്രാ DRL കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കാണുന്ന DRL. ഇനി അതൊന്നും ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല, കാരണം അതൊരു വേസ്റ്റാണ്. അടുത്തത് നമുക്ക് ഇതിൻ്റെ വർക്കിന് ശേഷമുള്ളൊരു വ്യൂവിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ ചേഞ്ച് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്ന് സ്മോക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ ബോർഡർ ലൈനുകൾ ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Hella G5 പ്രൊജക്ടർ ഇൻസ്റ്റലേഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി ലൈറ്റ് നമുക്ക് ഓണാക്കി നോക്കാം. നമ്മളൊരു ഏഞ്ചൽ ഐ കൂടെ അതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ളൊരു ഏഞ്ചൽ ഐ കൂടെ ഒരു റിംഗ് ലൈറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ DRL കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു DRL ഏഞ്ചൽ ഐ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ കൂടി വരുന്ന ഒരു ടൈപ്പ് LED ഏഞ്ചൽ ഐസ് ആണ് ഈ വാഹനത്തിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ആ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഏഞ്ചൽ ലൈൻ വണ്ടിക്ക് വളരെ ഭംഗിയായിട്ട് മാച്ചായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസ് ചേഞ്ചസ് ആണ്. എത്ര രീതിയിൽ വന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഓണായി ആദ്യമേ ഒരു വൈറ്റ് ലൈറ്റാണ് വരിക. അതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ എക്സാക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്ക് ആയി വരുന്നത്. അതായത് 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആയി വരാനായിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കുമ്പോഴത്തേക്കാണ് അതിലേക്ക് ആയി വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം ആദ്യം ഒരു വൈറ്റ് ലൈറ്റാണ്, അത് തന്നെ പിന്നീട് വാമായി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു വാമിംഗ് അപ്പ് കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കട്ട് ഓഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ മേലേക്ക് ഒരു തരി വെളിച്ചം പോലും പോകുന്നില്ല. കാരണം എതിരെ വരുന്ന ട്രാഫിക്കിന് അത് വളരെ കംഫർട്ടബിളാണ്. ആ ഏരിയയിലാണ് അവരുടെ ഒരു വിഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീമാണ്. ഇത് ഓൺ കമ്മിങ് ട്രാഫിക്കിനെ തീർച്ചയായിട്ടും ഡിസ്റ്റർബ് ചെയ്യും. അത് പക്ഷേ നമ്മളുടെ കയ്യിലിരിക്കുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹൈ ബീം. അതുപോലെ പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് ഹെഡ്ലൈറ്റ് നമുക്ക് ഉള്ളിലൊരു ഫംഗ്ഷൻ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് ഉണ്ട്, അത് മേലോട്ടും താഴോട്ടൊക്കെ പോകുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഈ മോഡിഫിക്കേഷന് ശേഷവും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മളുടെ പെർഫോമൻസ് ചേഞ്ച് ലോ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ 1300 ലക്സസ് ഉണ്ടായിരുന്ന ഒരു 3600 ലക്സസിലേക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ 2000 ലക്സസ് ഉണ്ടായിരുന്നത് 3800 ലക്സസിലേക്കാണ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് നമുക്ക് രണ്ടിലും കിട്ടിയിരിക്കുന്നത്.
ഇനി നമുക്ക് ആ വാഹനത്തിൻ്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി ഒന്ന് നോക്കാം. പുറമേ നോക്കി കഴിയുമ്പോൾ ഏത് രീതിയിലാണ് ചേഞ്ചസ് വരണേന്നുള്ളത് നമ്മൾ ആദ്യം കുറച്ച് കണ്ടിരുന്നു. എങ്കിൽ കൂടി വണ്ടി പുറത്തേക്ക് ഇറക്കി നമ്മളൊരു നൈറ്റ് ഡ്രൈവിന് മുമ്പായിട്ട് ഒന്നുകൂടെ ആ ഒരു വാഹനത്തിൻ്റെ വ്യൂ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആ വാഹനത്തിൻ്റെ ചേഞ്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ 2 രീതിയിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഏഞ്ചൽ ഒരു ടേൺ സിഗ്നലായിട്ട് സ്വിച്ച് ബാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു വ്യൂ നമ്മൾ രാത്രിയിൽ കാണുന്ന ഒരു വ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം അതിൻ്റെ പുറമേ നിന്നുള്ള ബ്യൂട്ടി കാര്യങ്ങളെല്ലാം കണ്ടു. ഇനിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പർപ്പസ്, അതായത് രാത്രി വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാഹനത്തിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലോ ബീം ഹൈ ബീമൊക്കെ സെപ്പറേറ്റ് മാറി മാറി അടിക്കുന്നുണ്ട്. ലോ ബീമിൻ്റെ ആ ഒരു സ്പ്രെഡ് തന്നെ വൈഡ് സ്പ്രെഡ് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോഡിൽ നിന്നും പുറത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ലൈറ്റ് പോകുന്നുണ്ട്. റോഡ് തന്നെ വളരെ ഭംഗിയായിട്ട് കാണാം. ആ ഒരു കട്ട് ഓഫിൻ്റെ താഴേക്ക് വളരെ ഭംഗിയായിട്ട് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഹൈ ബീമാണ് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സർക്കിൾ പോലെ ബീം വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈ ബീം ആണെങ്കിലും ലോ ബീം ആണെങ്കിലും വളരെ വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് ഭംഗിയായിട്ട് കണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോക്കേണ്ടത് ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് വരുന്നത് എതിരെ വരുന്ന അല്ലെങ്കിൽ ആ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ താഴെ കൂടെയാണ് ആ ബീം പാസ് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന എതിരെ വരുന്ന വാഹനങ്ങളുടെ വിൻഷീൽഡിലേക്ക് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ കണ്ണിലേക്ക് ലൈറ്റ് ഒരു തരത്തിലും പോകുന്നില്ല. അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ റിയർ വ്യൂ മിററിൻ്റെ താഴെയാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എതിരെ വരുന്നവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടല്ല നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് റോഡ് കാണാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഇതാണ് ഒരു വാഹനത്തിൽ നമ്മൾ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വരേണ്ട കാര്യം. അപ്പോൾ അതിവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഡ്രൈവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വാഹനത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 55 വാട്ട് HID ബൾബാണ്. D2S ബൾബാണ് നമ്മൾ ഈ ഹെല്ല G5 സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 55 വാട്ട് ബൾബും 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിനൊരു വാം കളർ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് സാധിക്കും. നമുക്ക് വീഡിയോയിൽ തന്നെ കുറച്ച് വൈറ്റിഷ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ചുകൂടെ വാമാണ്. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ വാം ലൈറ്റ് ആയിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു മെയിൻ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ലൈറ്റ് മറ്റുള്ള വാഹനങ്ങളുടെ ലൈറ്റുകളായിട്ട് സിങ്കായിട്ട് കുറച്ചുകൂടെ ഒരു വാം ലൈറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എതിരെ വരുന്നവർക്കും കുറച്ച് വാമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ എതിരെ ഇപ്പോൾ ഇൻ കേസ് അത് കണ്ണിലേക്ക് അടിച്ചാൽ പോലും ഒരു വൈറ്റ് ലൈറ്റിൻ്റെ ഇറിറ്റേഷൻ എതിരെ വരുന്നവർക്ക് ഉണ്ടാവുന്നില്ല. ഈ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നവർക്കും വൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഉള്ള ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഈ വാഹനത്തെ നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ബീം നമുക്ക് പോകുന്നത് കാണാം. ഇതിൻ്റെ മിററിൻ്റെ മേലോട്ട് ഒരു തിരി പോലും വെളിച്ചം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നമ്മുടെ ലൈറ്റ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുമില്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ വാഹനത്തിൽ ബാക്കിൽ 3 ആളുകൾ പാസഞ്ചർ കയറുകയും അതുപോലെ തന്നെ ഡിക്കിയിൽ കുറച്ച് ലഗേജുമൊക്കെ വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ ബാക്ക് വശം കുറച്ച് താഴാനായിട്ട് ഇടയാവും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് വശം കുറച്ച് ഉയരുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ കട്ട് ഓഫ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന കട്ട് ഓഫ് കുറച്ച് മേലേക്ക് പോവുകയും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി തീരുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കേബിൾ വഴി അഡ്ജസ്റ്റ് ചെയ്യുന്ന പല രീതിയിലും കാണാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോർമലി 0 എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും ഇരിക്കുക. ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിനെ നമുക്ക് 1ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ അത് ആവശ്യം പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എപ്പോഴും ഈ പറയുന്ന എതിരെ വരുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ മിററിൻ്റെ താഴെയായിട്ടായിരിക്കണം ആ ഒരു ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്കൊരു കംഫർട്ടബിൾ ട്രാവലിംഗ്, സേഫ് ആയിട്ടുള്ളൊരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.